എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ശ്രീകൃഷ്ണൻ കർണനെ തന്റെ പാട്ടിലാക്കാൻ പരമാവധി ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. അപ്പോ അവസാനം കർണൻ പറയുന്നു ശ്രീകൃഷ്ണനോട്, അല്ലയോ മഹാനുഭാവ, അങ്ങ് എല്ലാത്തിനും കാരണക്കാര് ഞാനും ദുശാസനനും ശകുനിയും ദുര്യോധനനുമാണെന്ന് പറയുന്നു. അപ്പോ ഒരു യുദ്ധം ആസന്നമായിരിക്കുന്നു എന്നാണ് അങ്ങ് പറഞ്ഞതിന്റെ പ്രധാന കാരണം. ഒരു പക്ഷെ ആ യുദ്ധത്തിൽ ഞാനും മരിച്ചു പോയെന്നിരിക്കാം, അപ്പൊ നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞിട്ട് ശ്രീകൃഷ്ണന്റെ രഥത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തെ ഗാഢമായി ആശ്ലേഷിച്ചു. അതിനുശേഷം ശ്രീകൃഷ്ണന്റെ രഥത്തിൽ നിന്ന് ഇറങ്ങി സ്വന്തം രഥത്തിലേക്ക് കയറി കർണൻ തിരിച്ചുപോയി. ശ്രീകൃഷ്ണൻ ഉപരിപ്ലവിലത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. അപ്പോ ശ്രീകൃഷ്ണൻ പോയി കഴിഞ്ഞതിന് ശേഷം കുന്തിദേവി വളരെ അസ്വസ്ഥയായിരുന്നു. എന്തായാലും യുദ്ധം ആസന്നമാണ്, യുദ്ധം ഉണ്ടാകും എന്ന് കുന്തിയും മനസ്സിലാക്കി കഴിഞ്ഞു. കൗരവവശത്തുള്ള ഭീഷ്മർ, ദ്രോണർ, കൃപർ തുടങ്ങി അതിവീരന്മാരും ധീരന്മാരുമായിട്ടുള്ള പോരാളികളാണ്. അവർ കൗരവ പടയോട് ഒത്തു നിന്നാൽ പോലും പാണ്ഡവരോട് മനസ്സിൽ പാരുഷ്യമില്ല. അത് കുന്തിദേവിക്ക് അറിയാം. എന്നാൽ കർണൻ അങ്ങനെയല്ല. കർണൻ കടുത്ത കൗരവ ആരാധകനാണ്. കൗരവർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന മനോഭാവമാണ് കർണനുള്ളത്. കർണനും വളരെ വലിയ പോരാളിയും യുദ്ധവീരനുമാണ്. അപ്പൊ അങ്ങനെയുള്ള കർണൻ കൗരവർക്ക് വേണ്ടി പാണ്ഡവരോട് അതിശക്തമായി തന്നെ എതിർക്കും എന്ന് കുന്തിദേവിക്ക് അറിയാമായിരുന്നു. അതാലോചിച്ചപ്പോൾ തന്നെ കുന്തിദേവിയുടെ മനസ്സിൽ ആദിയായി, യഥാർത്ഥത്തിൽ കർണൻ തന്റെ പുത്രനാണെന്ന് കുന്തിദേവിക്കും അറിയാം. അപ്പോ എന്തോ ആലോചിച്ചുറച്ചുകൊണ്ട് കുന്തിദേവി അങ്ങനെ ചിന്താമഗ്നയായിട്ട് ഇരുന്നു. അടുത്ത ദിവസം പ്രഭാതത്തിൽ ഗംഗാസ്നാനത്തിനായി കുന്തിദേവി പോയി. അവിടെ പതിവ് പോലെ കർണൻ ഗംഗാസ്നാനം കഴിഞ്ഞ് ആദിത്യ ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് പൂജിച്ചുകൊണ്ട് നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ കുന്തിദേവി കുളിക്കാൻ പോയതല്ല. ആ സമയത്ത് കർണൻ അവിടെ ഉണ്ടാകുമെന്ന് കുന്തിദേവിക്ക് അറിയാമായിരുന്നു. കർണനെ കാണുന്നതിന് വേണ്ടിയാണ് കുന്തിദേവി അവിടേക്ക് പോയത്. കിഴക്കോട്ട് നോക്കി കൈകൂപ്പി നിൽക്കുന്ന കർണന്റെ പിന്നിലായി കുന്തിദേവി ചെന്ന് നിന്നു. വളരെ നേരം കഴിഞ്ഞാണ് കർണൻ പ്രാർത്ഥന കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയത്. തിരിഞ്ഞു നോക്കിയപ്പോ കുന്തിദേവിയെ കണ്ടു. അദ്ദേഹം വളരെ വിനയത്തോടു കൂടി കുന്തിദേവിയെ നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, രാധയുടെയും അധിരഥന്റെയും പുത്രനായ കർണനായ ഞാൻ ഭവതിയുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. അവിടുന്ന് എന്തിനായിട്ടാണ് ഇങ്ങോട്ട് വന്നത്? എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? കുന്തിദേവി ആകെ വികാര പരവശയായി പോയി. സ്വന്തം പുത്രനാണ്, പക്ഷേ കർണൻ പറഞ്ഞത് ഞാൻ രാധയുടെയും അധിരഥന്റെയും പുത്രൻ എന്നാണ്. അപ്പോ കുന്തിദേവി പറഞ്ഞു, മകനെ, നീ രാധയുടെ പുത്രനല്ല, അധിരഥനല്ല നിന്റെ പിതാവ്, നീ എന്റെ പ്രഥമ സന്താനമാണ്. നീ എന്നും പൂജിക്കുന്ന, ലോകം മുഴുവൻ പ്രകാശിക്കുന്ന ആദിത്യദേവനാണ് നിന്റെ അച്ഛൻ. നീ എന്റെ പിതാവിന്റെ ഗ്രഹത്തിൽ വെച്ചാണ് ജനിച്ചത്. നിന്റെ സ്വന്തം അനുജന്മാരായ പാണ്ഡവരെ അറിയാതെയാണ് നീ ധൃതരാഷ്ട്രരെ സേവിക്കുന്നത്. നിന്റെ സ്വന്തം അനുജന്മാരായ പാണ്ഡവരെ അറിയാതെയാണ് നീ കൗരവരുടെ പക്ഷം ചേർന്ന് അവരെ സേവിക്കുന്നത്. അതുകൊണ്ട് ഇനി നീ അവരിൽ നിന്ന് വിട്ടുപോരണം. ഈ ലോകത്തെ ഭയന്നാണ് ഈ സത്യം ഞാൻ ഇത്രയും നാൾ വെളിപ്പെടുത്താതിരുന്നത്. നീ രാധയുടെ അധിരഥന്റെയും പുത്രനാണെന്ന് പറഞ്ഞപ്പോഴും ഞാൻ മൗനം പാലിച്ചതിരുന്നത് അതുകൊണ്ടാണ്. എന്നാൽ ഇപ്പോ നീ ധൃതരാഷ്ട്രരെ വിട്ട് പാണ്ഡവപക്ഷത്തേക്ക് വരൂ. നീയും കർണനും ഒത്തുചേർന്നാൽ നിങ്ങളെ ജയിക്കാൻ ആരും ഈ ഭൂമണ്ഡലത്തിൽ ഉണ്ടാവില്ല. ആദിത്യ മണ്ഡലത്തിൽ നിന്നൊരു അശരീരി ഉണ്ടായി. കുന്തി പറഞ്ഞത് ശരിയാണ്, ഞാനാണ് നിന്റെ പിതാവ്, കുന്തിയാണ് നിന്റെ മാതാവ്. ഇപ്രകാരം അമ്മയായ കുന്തിയും പിതാവായ ആദിത്യ ഭഗവാനും പറഞ്ഞത് കേട്ടിട്ടും കർണന്റെ മനം ഇളകിയില്ല. കർണൻ പറഞ്ഞു, അമ്മേ, അമ്മ പറഞ്ഞത് എനിക്ക് സ്വീകാര്യമല്ല. ഞാൻ ഭവതിയുടെ പുത്രനാണെങ്കിൽ ഭവതി എന്നോട് കാണിച്ചത് അനീതിയും
പാപവുമാണ്. അത് വളരെ വലിയ തെറ്റുമാണ്. ഞാൻ ക്ഷത്രിയനായി ജനിച്ചെങ്കിലും സൂതകുലത്തിൽ പിറന്നവനായിട്ടാണ് ഇത്രയും കാലം ജീവിച്ചത്. ഞാൻ പാണ്ഡവരുടെ ജ്യേഷ്ഠനാണെന്നുള്ള കാര്യം തന്നെ ഇപ്പൊ യുദ്ധം ആസന്നമായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വെളിപ്പെടുത്തിയത് പാണ്ഡവർക്ക് ദോഷം സംഭവിക്കരുതെന്ന് വിചാരിച്ചാണ്. അതുകൊണ്ട് ഒരിക്കലും എനിക്ക് അമ്മയുടെ ഈ ന്യായം അംഗീകരിക്കാൻ കഴിയില്ല. ഇപ്പൊ ഞാൻ ധൃതരാഷ്ട്രരെ വിട്ട് അല്ലെങ്കിൽ കൗരവരെ വിട്ട് പാണ്ഡവപക്ഷത്തേക്ക് വന്നാൽ അത് അധർമ്മമാണ്. അച്ഛനമ്മമാരെക്കാൾ എനിക്ക് പ്രധാനം എന്റെ ധർമ്മം തന്നെയാണ്. കൗരവർ അവരുടെ സർവസ്വവും തന്നാണ് എന്നെ ഈ നിലയിൽ എത്തിച്ചത്. അപ്പൊ ഒരിക്കലും അവരോട് അധർമ്മം പ്രവർത്തിക്കാൻ എനിക്ക് ആവില്ല. ഞാനാകുന്ന തോണിയിൽ കയറി യുദ്ധമാകുന്ന സമുദ്രത്തെ കടക്കാൻ ധൃതരാഷ്ട്രാദികൾ കൗരവാദികൾ ആഗ്രഹിക്കുന്നു. ഈ സമയത്ത് ഞാൻ എതിർപക്ഷത്ത് ചേരുന്നത് കൊടും വഞ്ചനയായി തീരും. പാണ്ഡവർ അജയ്യരായി. എല്ലാവരും പറയുന്നത് യുദ്ധം വന്നപ്പോൾ ഞാൻ കൗരവരെ ഉപേക്ഷിച്ച് പാണ്ഡവപക്ഷത്തേക്ക് ചേർന്നാൽ ലോകം എന്നെ ഭീരുവായി കണക്കാക്കും. അതായത് പാണ്ഡവർ അജയ്യരാണ്. എല്ലാവരും പറയുന്നത് യുദ്ധം വന്നപ്പോൾ ഞാൻ കൗരവപക്ഷത്തു നിന്ന് നേരെ പാണ്ഡവപക്ഷത്തേക്ക് ചേർന്നുവെന്ന്. അത് ഒരു കൊടിയ വഞ്ചനമാണ്. മാത്രമല്ല ഞാനൊരു ഭീരുവാണെന്ന് കൂടി എല്ലാവരും കരുതും. അതിനാൽ ധാർത്തരാഷ്ട്രന്മാർക്ക് വേണ്ടി ഭവതിയുടെ മക്കളോട് എതിർക്കുന്നതാണ് ഞാൻ ചെയ്യേണ്ടുന്ന എൻ്റെ ധർമ്മം. എൻ്റെ സകല ബലവും വീര്യവും ഞാൻ അതിൽ കാണിക്കുകയും ചെയ്യും. എങ്കിലും അമ്മയെ ഞാൻ കേവലം നിരാശപ്പെടുത്തുന്നില്ല. സന്ദർഭം കിട്ടിയാൽ പോലും അമ്മയുടെ 4 മക്കളെ ഞാൻ കൊല്ലുകയില്ല. യുധിഷ്ഠിരൻ, ഭീമൻ, നകുലൻ, സഹദേവൻ, ഇവരെ 4 പേരെയും വധിക്കാൻ എനിക്ക് സന്ദർഭം കിട്ടിയാൽ പോലും ഞാൻ അങ്ങനെ ചെയ്യില്ല. അർജുനനുമായി ഞാൻ ഏറ്റുമുട്ടും. പോരിൽ സവ്യസാചി എന്നെ വധിച്ച് യശസ്വിയായി എന്ന് വരാം, അല്ലെങ്കിൽ അർജുനനെ വധിച്ച് ഞാൻ യശസ്വിയായെന്ന് വരാം. എങ്ങനെ ആയാലും അമ്മയ്ക്ക് അമ്മയുടെ 5 മക്കള് തിരിച്ച് കിട്ടും. ഫൽഗുനൻ മരിച്ചാൽ അവർ സകർണന്മാരായിട്ടുള്ള പാണ്ഡവരാകും. അതല്ല, ഞാൻ മരിച്ചാൽ അർജുനാന്വിതനായ പാണ്ഡവർ തന്നെ ഉണ്ടാകും. യാതൊരു മനഃശാഞ്ചല്യവും ഇല്ലാത്ത ധീരമനസ്കയായി തന്റെ മുന്നിൽ നിൽക്കുന്ന വീരപുത്രനെ വാത്സല്യാതിരേകത്തോടെ ആശ്ലേഷിച്ച് മൂർധാവിൽ ചുംബിച്ച് കുന്തിദേവി അരമനയിലേക്ക് പോയി. ഹസ്തിനപുരത്തിൽ നിന്ന് ഉപപ്ലവത്തിൽ എത്തിയ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനെ കണ്ട് ഇങ്ങനെ പറഞ്ഞു: യുധിഷ്ഠിര, നിങ്ങൾക്ക് അവകാശപ്പെട്ട രാജ്യം ലഭിക്കുന്നതിനായി ചതുരുപായങ്ങൾ ഞാൻ പ്രയോഗിച്ചു. സാമം, ദാനം, ഭേദം അവർ കൗരവരോട് പ്രയോഗിച്ചിട്ട് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. 4ാമത്തെ ഉപായം ദണ്ഡമാണ്. ചതുരുപായം എന്ന് പറഞ്ഞാൽ സാമം, ദാനം, ഭേദം, പിന്നെ ദണ്ഡം. അപ്പൊ അവസാനത്തെ ഭാഗത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇനി അത് ഭവാൻ ചെയ്താലും ദുഷ്ടന്മാരിൽ മറ്റൊന്നും നടക്കുകയില്ല. പടവെട്ടാതെ അവർ രാജ്യം തരുന്ന പ്രശ്നമില്ല. യുധിഷ്ഠിരന്റെ സംശയങ്ങളെല്ലാം നീങ്ങി യുദ്ധം ഒഴിവാക്കാൻ നിർവാഹമില്ലെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അദ്ദേഹം കർമ്മോന്മുഖനായി. അദ്ദേഹം പറഞ്ഞു: ഇനി ഒന്നും ആലോചിക്കാനില്ല. നാളെ രാവിലെ തന്നെ കുരുക്ഷേത്രത്തിലേക്ക് പുറപ്പെടണം. നമ്മുടെ 7 അക്ഷൗണികളുടെ നായകന്മാരായിട്ട് ആരൊക്കെയാണ് വേണ്ടതെന്ന് ആലോചിക്കാം. ദ്രുപദൻ, വിരാടൻ, സാത്യകി, ചേകിതാനൻ, ശിഖണ്ഡി, ഭീമൻ, ദുഷ്ടദ്യുമ്നൻ എന്നിവരായിരിക്കട്ടെ ഓരോ അക്ഷൗണികളുടെയും നായകന്മാർ. 7 അക്ഷൗണി പടകളാണ് ഇവർക്കുള്ളത്. അതിൽ ഓരോ അക്ഷൗണികളുടെ നായകന്മാരായി ഇവരിയ്ക്കട്ടെ എന്ന് പറഞ്ഞു. അതായത് ദ്രുപദൻ, വിരാടൻ, സാത്യകി, ചേതികാനൻ, ശിഖണ്ഡി, ഭീമൻ, ദുഷ്ടദ്യുമ്നൻ. അതവർ അതുല്യരും പ്രാണൻ കളയുവാൻ പോലും സന്നദ്ധരുമാണ്. ഇവർ ഓരോരുത്തരും ഈ 7 അക്ഷൗണികളുടെയും സർവ സൈന്യാധിപത്യം വഹിക്കാൻ കഴിവുള്ളവരാണ്. ദുഷ്ടന്റെ അഭിപ്രായം എല്ലാവർക്കും സ്വീകാര്യമായി. ഓരോ അക്ഷൗണികളുടെയും സേനാനായകന്മാരായി ദുഷ്ടരൻ നിർദ്ദേശിച്ചവരെ തന്നെ നിയമിച്ചു. അടുത്തതായി സർവ സൈന്യാധിപനായി ആരെ നിയമിക്കണമെന്നുള്ള ആലോചനയായി. ഇക്കാര്യത്തിൽ സഹോദരന്മാരുടെ അഭിപ്രായം ദുഷ്ടരൻ ആരഞ്ഞു. തങ്ങളുടെ ബന്ധുവും ധാർമ്മികനും യുദ്ധനിപുണനുമായ വിരാട രാജാവായിരിക്കും സർവ സൈന്യാധിപനായിരിക്കാൻ യോഗ്യൻ എന്നായിരുന്നു സഹദേവന്റെ അഭിപ്രായം.
ഭീഷ്മനെ നിഗ്രഹിക്കാനായി പിറന്ന ശിഖണ്ഡിയായിരിക്കും പാണ്ഡവ സൈന്യത്തിന്റെ സർവ്വസൈന്യാധിപനായിരിക്കാൻ ഏറ്റവും അർഹനെന്ന് ഭീമൻ പറഞ്ഞു. അദൃശ്യ പ്രഭാവമുള്ള ശിഖണ്ഡിയെ പോരിൽ വെല്ലാൻ കൽപ്പുള്ള ആരുമില്ലാത്തത് കൊണ്ട് ശിഖണ്ഡി തന്നെ സർവ്വസൈന്യാധിപനായിരിക്കട്ടെ എന്ന് ഭീമനും അഭിപ്രായപ്പെട്ടു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അർജുനൻ പറഞ്ഞു, എന്റെ അഭിപ്രായം മറ്റൊന്നാണ്. തപസ്സിന്റെ പ്രഭാവം കൊണ്ട് ജനിച്ചവനാണ് ദൃഷ്ടദ്യുമ്നൻ. അവൻ മഹാവീരനും സിംഹതുല്യ പരാക്രമനുമാണ്. അവൻ സത്യവാദിയും ജിതേന്ദ്രിയനുമാണ്. ദ്രോണവധത്തിനായി പിറന്നവനാണ്. ആകയാൽ ദൃഷ്ടദ്യുമ്നൻ സർവ്വസൈന്യാധിപത്യം ഏൽക്കണമെന്നാണ് എന്റെ അഭിപ്രായം. സഹോദരന്മാർ 4 പേരും 4 വിധത്തിൽ അഭിപ്രായം പ്രകടിപ്പിച്ചപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ യുധിഷ്ഠിരൻ കുഴങ്ങി. അദ്ദേഹം പറഞ്ഞു, വൃദ്ധനായാലും യുവാവായാലും നമ്മുടെ സേനാനിയാണ് നമ്മുടെ ജയത്തിന്റെ അണിക്കല്ല്. ആകയാൽ സേനാനിയെ നിശ്ചയിക്കുന്ന കാര്യം സർവപ്രധാനമാണ്. നിങ്ങൾ 4 പേരും 4 പേരുടെ പേരാണ് നിർദ്ദേശിച്ചത്. അതുകൊണ്ട് ലോകത്തിലുള്ള എല്ലാത്തിന്റെ ബലാബലങ്ങളെയും സാരങ്ങളെയും അറിയുന്നവനായ കൃഷ്ണൻ നിർദ്ദേശിക്കട്ടെ നമ്മുടെ സേനാപതി ആരായിരിക്കണമെന്ന്. നമുക്ക് അദ്ദേഹത്തിന്റെ നിർദ്ദേശം സ്വീകരിക്കാം. എല്ലാവരും അത് സമ്മതിച്ചെന്ന അർത്ഥത്തിൽ തലകുലുക്കി കൃഷ്ണൻ എന്താണ് പറയുന്നതെന്ന് അറിയുവാൻ അദ്ദേഹത്തെ ഉറ്റുനോക്കി. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, രാജാവേ, ഇവിടെ നിർദ്ദേശിച്ചിരിക്കുന്നവരെ എല്ലാവരും എനിക്ക് സമ്മതന്മാരാണ്. എല്ലാവരും സേനാനായകന്മാരായിരിക്കാൻ കഴിവും സാമർഥ്യവും ഉള്ളവരാണ്. എങ്കിലും സുമുഖനും സുബാഹുവും മഹാപ്രഭനും യുവാവുമായ ദൃഷ്ടദ്യുമ്നൻ ആകണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ കൃഷ്ണന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരാദികൾക്ക് മറ്റൊന്നും ചിന്തിക്കുവാൻ ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഹസ്തദാനം നടത്തി കൃഷ്ണന്റെ അഭിപ്രായം ഏകകണ്ഠമായി ആമോദത്തോടെ സന്തോഷത്തോടെ അംഗീകരിച്ചു. ദൃഷ്ടദ്യുമ്നനെ സർവ്വസൈന്യാധിപനായി നിയോഗിച്ചു. പാണ്ഡവരുടെ തീരുമാനങ്ങൾ രാജാക്കന്മാരെയും സേനാനായകന്മാരെയും സൈന്യത്തെയും അറിയിച്ചു. എല്ലാവർക്കും സന്തോഷമായി. എല്ലാവരെയും യുദ്ധക്കലി ബാധിച്ച് അട്ടഹസിക്കുകയും ആക്രോശിക്കുകയും ചെയ്തു. ശംഖം, ദുന്ദുബി, പേരി തുടങ്ങിയ വാദ്യോപകരണങ്ങളുടെ ശബ്ദം മുഴക്കി സർവ്വസൈന്യാധിപനെയും ഓരോ അക്ഷൗണിയുടെ നായകന്മാരെയും ഉപനായകന്മാരെയും സംഖ്യാതീതമായ സൈന്യങ്ങളുടെയും രണശൂരന്മാരായ രാജാക്കന്മാരുടെയും മധ്യത്തിൽ അവരോധിച്ചു. അപ്പോഴേക്കും മറ്റൊരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. അങ്ങനെ പാണ്ഡവർ തങ്ങളുടെ 7 അക്ഷൗണി പടകളുമായി കൗരവരുമായി ഏറ്റുമുട്ടാൻ തയ്യാറായി. അവരുടെ ഓരോ അക്ഷൗണികളുടെ നായകന്മാരെ തീരുമാനിച്ചു. സർവ്വസൈന്യാധിപനായ ദൃഷ്ടദ്യുമ്നനെ അംഗീകരിച്ചു. അങ്ങനെ അവര് പടയൊരുക്കം ആരംഭിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ. നന്ദി, നമസ്കാരം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം.